പരീക്ഷാ ഫലം പരിശോധിക്കുമ്പോൾ പ്രതീക്ഷ വളരെയധികം കുറവാണ്. അത് കിട്ടിയില്ല, അപ്പൊ അതിന്റെ ഒരു സങ്കടം ഉണ്ട്. പിന്നെ ഇറ്റ്സ് മീ ജൽസ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നാണ് നമ്മുടെ എസ്എൽസിൻ്റെ റിസൾട്ട് മെയ് 15. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ മുതൽ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ വ്ലോഗ് എടുക്കാമെന്ന്. ഇന്നിപ്പോൾ ഞാൻ ക്ലാസ്സിനൊന്നും പോയിട്ടില്ല, അന്ന് പിന്നെ എനിക്കാവില്ല. അപ്പോൾ ഞാൻ പോയിട്ടില്ല. ഞാൻ എണീച്ചപ്പോൾ കുറച്ച് ലേറ്റായി, ഒരു 9 മണിയൊക്കെ ആയി. 9:20 ഞങ്ങളെ ബസ്. നേരമെങ്കിൽ നീച്ചു പോയാൽ പിന്നെ ബസ് കിട്ടില്ല, ഞങ്ങൾ നടക്കേണ്ടി വരും. അതിനൊന്നും ഇപ്പം ഇന്നേതല്ലേ ആവില്ല. അതാണ് റിസൾട്ട് പറഞ്ഞല്ലോ. അപ്പം പ്രതീക്ഷ വളരെയധികം കുറവാണ്. 6-7 ഒക്കെ ഉണ്ടാവുള്ളൂ, അതിലേറെ പ്രതീക്ഷ നിൽക്കില്ല. കാരണം ഹിന്ദി ഞാൻ കുറേ തെറ്റിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉള്ള ആൻസേഴ്സ് തന്നെ എഴുതിയെടുക്കാതെ അങ്ങനെ കുറേ തെറ്റിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കും വായിക്കാണ്ട്. പിന്നെ മാത്സ് എനിക്ക് ഓൾറെഡി ടഫാണ്, പിന്നെ ഞാൻ അറിയണത് തെറ്റിച്ചിട്ടുണ്ട്. പിന്നെ SS ഞാൻ പറഞ്ഞല്ലോ 5 എഴുതിയിട്ടല്ലേ, അപ്പോൾ പിന്നെ എന്തായാലും ഉണ്ടാവില്ല. ആ പ്രതീക്ഷേൻ്റെ ഒരു വകയെ അതിലില്ല. അപ്പം അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ഏതായാലും വന്നിട്ട് കാണാൻ. ഇപ്പം അങ്ങനെ പറഞ്ഞു നിങ്ങളെ ഇന്ന് ഞാൻ നീച്ചപ്പം അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ എടുക്കാനും കുറച്ച് തന്നെ നിന്നല്ലോ. പിന്നെ അതാ മാങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം തിന്നു. സാധാരണ ഞാൻ രാവിലെ തിന്നില്ല കേട്ടോ, അങ്ങനെ നടക്കലാണ്. ബട്ട് ഇന്ന് ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തിന്ന്, അതും ചായ വെള്ളം വരെ ഞാൻ കുടിച്ചു. എനിക്ക് ചായ ഒന്നും സാധാരണ പോവലേ ഇല്ല. പിന്നെ ഞാൻ പെരയത്തെ പണി കഴിച്ചാൽ വിചാരിച്ചു. കാരണം സാധാരണ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കിടന്ന് റീൽസൊക്കെ കണ്ട് അങ്ങനെ അക്കം പോലെ പണി കഴിച്ചല്ലോ. ഇന്നിപ്പോൾ ഇത് റീൽസ് എടുത്താൽ ഫുൾ SLCൻ്റെ തന്നെയാണ്, അപ്പോൾ ടെൻഷൻ കൂടുക എന്നല്ലാണ്ട്. അപ്പോൾ പിന്നെ വേഗം പണി കഴിച്ചതാ കുളിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 3:15 ആവണത് വരെ ഈ ബാധത്തിൽ കഴിഞ്ഞിട്ടാന്ന് ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ ഹോൾ ടിക്കറ്റ് എല്ലാം എടുത്ത് വെച്ചു. ഞാൻ ഏതായാലും ഓൺ വോയിസ് കൊടുക്കും. അങ്ങനെ നോക്കലേ അവൻ പേടിച്ചിട്ടാണ് തണുക്ക്. കൊടുത്തിട്ട് kbpe.kerala.gov.in ഈ ഒരു വെബ്സൈറ്റിൽ കിട്ടും. നിങ്ങൾക്ക് റിസൾട്ട് അറിയുന്ന വെബ്സൈറ്റുകൾ ഒരു 15 മിനിറ്റ് ഏകദേശം വാർത്താ സമ്മേളനം കഴിഞ്ഞ ഉടനെ കിട്ടിക്കൊണ്ടിരിക്കും. എജുപോർട്ടിന്റെ ലൈവിന്റെ സ്ക്രീനിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ഫോട്ടോ ഇങ്ങനെ മിന്നി മറിയും. അതേ ലിങ്ക് ഉണ്ടായിരിക്കും, നിങ്ങളെ ഫോട്ടോ എടുക്കുക. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഹാർട്ടിന് ഇടി കൂടുതൽ നല്ലതാണ്. പേടിക്കേണ്ട കാര്യമില്ല. അതേമാതിരി നല്ല രീതിയിൽ A+ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫിഗേഴ്സ് ഫോർ എക്സാമ്പിൾ A+ എടുത്തത് പഠിക്കും. ഇപ്പോൾ നമുക്ക് 3,60,800 3 lakhs plus 1 3,60,800. 3:30 സൈറ്റ് ഓപ്പൺ ആവുക എന്നാണ് പറയുന്നത്. പരീക്ഷാ ഫലം പരിശോധിക്കുമ്പോൾ ഗൾഫിൽ 7 പരീക്ഷാ കേന്ദ്രങ്ങളായിരുന്നു 1 കുട്ടികളാണ്. പേടിച്ചിട്ട് ചെറിയ വരുന്നുണ്ടോ എല്ലാവരും സുഖാനിക്കിനെ അപ്പം പോയി കാലട്ടോ നോക്കാനിട്ട് ബസ്സോട് പറയുമ്പോൾ ഗേറ്റ്സ് ഇതിലുണ്ട് 10 മറ്റേ ഗ്രേസ് മാർക്കുണ്ട്. അപ്പം എനിക്ക് SSLCക്കാർ BA-കാരാണ്. നിങ്ങൾ ഏത് സൈറ്റിലാണ് നോക്കണം? നമുക്ക് മെല്ലെ നിങ്ങൾക്ക് എന്താ അർജന്റ് ഉണ്ട്? നമ്പർ അടിച്ചാണ് 53 എന്താണ് 38 0 ഫുൾ വേണം. അടിച്ചിട്ടേ നിങ്ങൾ അടിച്ചോളി. റിസൾട്ട് ബിസ്മില്ല അടിച്ചോളി. എത്തൊക്കെയുള്ളൂ ഇംഗ്ലീഷിൽ B+, സോഷ്യൽ സയൻസിൽ B+, മാത്സിലും B+, ഹിന്ദിയുടെ എല്ലാവരും കുറവാണ്. ഫിസിക്സൊക്കെ അങ്ങനെ ഉറുദുവിലും മലയാളത്തിൽ കിട്ടിയാണ്. മലയാളത്തിൽ പിന്നെ ഇംഗ്ലീഷിൽ B+, ഇംഗ്ലീഷ് അവിടെ പോയി. പിന്നെ ഹിന്ദി കിട്ടിയാണ്, സോഷ്യലിലും B+, ഫിസിക്സിൽ കെമിസ്ട്രിയിൽ A+, ബയോളജിയിൽ A+, മാത്തമാറ്റിക്സിൽ B+.
രാത്രി ഒരു 10 മണിയെല്ലാം ആയപ്പോൾ എൻ്റെ മൂത്താപ്പിയും കസിൻസ് എല്ലാം ഇതാ ഫ്രോസിഗോന്ന് ചോക്ലേറ്റ് സുനാമി എല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിനി കേട്ടോ. അങ്ങനെ അതെല്ലാം നമ്മൾ തിന്നു. സത്യം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ കൊണ്ടുവരണമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാനാണെങ്കിൽ 9 ആയപ്പനെ കടന്നും ചെയ്തിനി. പിന്നെ എൻ്റെ കസിൻ ഇതാ രാവിലെ ഒരു ജേണൽ കിറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടേനി. ഞാൻ ഏതായാലും ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഷോർട്സ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് താങ്ക് യു ഫോർ ദീസ് ഗിഫ്റ്റ്സ്. ഞാൻ അങ്ങനെ ഗിഫ്റ്റ് തരുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ലേനി. ഹായ്, അപ്പോൾ ഇന്നലെ റിസൾട്ട് വന്ന് ഇന്ന് 16-ാം തീയതിയാണ്. ഇന്നലെ ആക്ച്വലി എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്ര A+ ഇല്ല. എനിക്ക് 6 A+ഉം ഞാൻ ഇവിടെ കൊടുക്കട്ടോ മാർക്ക് ലിസ്റ്റ്. എനിക്ക് 6 A+ഉം 1 Aയും 3 B+ഉം ആണുള്ളത്. അത് A ഉള്ളത് ഫിസിക്സിലാണ്, B+ ഉള്ളത് SS-ലും മാത്സിലും അതേപോലെ ഇംഗ്ലീഷിലുമാണ്. അപ്പം ഇംഗ്ലീഷിലും ഫിസിക്സിലും A+ പോകും ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ അതിലാണ്ടിൽ എന്തായാലും A+ ഉണ്ടാവും വിചാരിച്ചു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, SLC എക്സ്പീരിയൻസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫിസിക്സ് എനിക്ക് നല്ല ഈസി ആയി നല്ല എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇംഗ്ലീഷും ഇനിയിപ്പോൾ A+ പോവുകയാണെങ്കിൽ തന്നെ എങ്കിലും ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ B+ ആണുള്ളത്. ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ഇതിലേക്ക് എത്തിയില്ല. ഞാൻ എന്തായാലും A+ ഉണ്ടാവുമെന്ന് വിചാരിച്ചിനി. ബട്ട് 6 ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും റീവാലുവേഷന് കൊടുക്കണം. റീവാലുവേഷൻ ഇന്ന് മുതൽ 21-ാം തീയതി വരെയാണ്. അപ്പോൾ ഞാൻ ഫിസിക്സും ഇംഗ്ലീഷും എന്തായാലും കൊടുക്കണം വിചാരിക്കുന്നുണ്ട്. അതേപോലെ മാത്സ് ഞാൻ എങ്കിലും ഉണ്ടാവും വിചാരിച്ചിനി. A+ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മാത്സിൽ കുറച്ച് വീക്കാണ്, അതുകൊണ്ട് ഞാൻ A+ ഇല്ലെങ്കിൽ ഒരു A ഉണ്ടാവും ഞാൻ വിചാരിച്ചിനി. ബട്ട് മാത്സിലും B+ ആണ്. അപ്പം മാത്സ് നോക്കട്ടെ, മാത്സ് ചിലപ്പോൾ കൊടുക്കുള്ളൂ. ഇംഗ്ലീഷും ഫിസിക്സും എന്തായാലും ഞാൻ കൊടുക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് റീവാലുവേഷൻ. ഞാൻ എന്തായാലും റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റിയാലിറ്റി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഫുൾ A+ നേർ പകുതിയായിട്ട് കുറഞ്ഞൊക്കെയാണ്. അപ്പം പിന്നെ ഫുൾ A+ ഒന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ അത് SLC എക്സ്പീരിയൻസിൽ പറഞ്ഞിട്ടില്ല. അതേപോലെ നമുക്ക് ഹിന്ദിയിൽ A+ കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ കിട്ടിയത് എനിക്ക് ഇപ്പോഴും അറിയില്ല. അതിന് അൽഹംദുലില്ലാ. അപ്പം ഞാൻ ഹിന്ദിയും SS-ഉം മാത്സും ഇതൊക്കെ ഞാൻ A+ ഉണ്ടാവും ഞാൻ വിചാരിച്ചിരുന്നു. ബട്ട് ഫിസിക്സും ഇംഗ്ലീഷും പോയി. അതെങ്ങനെ പോയത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. ഞാൻ അതിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. അത് പോയപ്പോൾ എനിക്ക് എന്താ ഭയങ്കര സങ്കടം. നമ്മൾ എന്താ A+ ഉണ്ടാവുമെന്ന് വിചാരിച്ച് പോയപ്പോഴുള്ള ഒരു സങ്കടം. ഇത് എത്രത്തോളം ക്ലിയർ ഉണ്ട് അറിയില്ല. അപ്പം മഴ മൂടിയിട്ട് ഞാൻ ഇന്നലെ രാത്രി വീഡിയോ എടുത്തിന്. ബട്ട് അത് തീരെ ക്ലിയർ ഇല്ല എന്തോ മാതിരി. അപ്പോൾ ഇപ്പോൾ പകലെടുക്കാൻ നിന്നപ്പോൾ മഴ മൂടിയിട്ടുണ്ട്. സോ ക്ലാരിറ്റി എങ്ങനെ ഉണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ നല്ലോണം പഠിച്ചോലിക്കും നല്ല ഹാർഡ് വർക്ക് ഇട്ട് പഠിച്ചോലിക്കും ഫുൾ A+ കിട്ടിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എൻ്റെ ക്ലാസ്സിൽ തന്നെയുള്ള ഒരാൾക്ക് നല്ലോണം പഠിച്ച നമ്മളതിലൊന്നല്ല, ലൈക്ക് ഫസ്റ്റ് മുതലേ വർക്ക് ചെയ്ത് വരുന്നവരാണ്. അപ്പോൾ ഓൽക്കൊക്കെ മാത്സിൽ A ആയിട്ടുണ്ട്. അപ്പോൾ ഓൽക്കൊക്കെ ഭയങ്കര സങ്കടമാണ്. നമ്മളതിലല്ല, നമ്മൾ ലാസ്റ്റ് കിട്ട് പഠിച്ചാൽ തുടങ്ങിയവരാണ്. അപ്പം ഓൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ വല്ല അത്രയും ഇരുന്ന് പഠിച്ചിട്ടും കിട്ടിയില്ല എന്ന് പറയുമ്പം ഭയങ്കര സങ്കടമായി. കാരണം ഓക്ക് ഗ്രേസ് ഇല്ല. അപ്പം അതുകൊണ്ടേ കാരണം ഇപ്രാവശ്യം ഗ്രേസ് ഉള്ളവർക്കൊക്കെ അത്യാവശ്യം ഗ്രേഡ് എന്തായിട്ടുണ്ട് കൂടി കിട്ടിയിട്ടുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എനിക്ക് ഗ്രേസ് ഇല്ല. ഗ്രേസ് ഉണ്ടെങ്കിൽ മേ ബി ഒരു 8A+ ഒക്കെ ആയി കിട്ടി ഇനി ഞാൻ വിചാരിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇനി 8ക്കുള്ള ഹൈസ്കൂൾക്കുള്ള ഏതെങ്കിലും കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എങ്ങനെയെങ്കിലും ഒന്ന് JRCക്കോ ഗൈഡ്സിനോ അല്ലെങ്കിൽ എന്താണ് ലിറ്റിൽ ഗൈഡ്സിന് എന്തിനെങ്കിലുമൊക്കെ ഒന്ന് ചേരുക. ഓക്കെ, ആ ഒരു മാർക്ക് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചിലാവാന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലായത്. അല്ലാണ്ട് നമ്മൾ ലാസ്റ്റ് കിട്ട് കുറേ പഠിച്ചിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ലൈക്ക് ഭയങ്കര ടോപ്പറായിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ ഇത് കിട്ടിയിട്ടുള്ളൂ, ഇത് ഫുൾ A+ കിട്ടിയിട്ടുള്ളൂ. അതേ ഫുൾ A+ ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ന്യൂസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും. അപ്പം എന്താന്ന് വെച്ചാൽ ഒന്നാമത് നല്ലോണം പഠിക്കണം. അതായത് പഠിക്കാനായിട്ട് ഇരിക്കണമല്ലുണ്ടാവുമല്ലോ, നന്നായിട്ട് പഠിക്കണം ടോപ്പേഴ്സ് മാതിരി 8 9 അങ്ങനെ നന്നായിട്ട് പഠിക്കണമല്ലേ. ഓൾക്കും അതേപോലെ കുറച്ചൊക്കെ പഠിക്കണമെങ്കിലും ഗ്രേസ് ഉള്ളവർക്കാണ് ഇപ്രാവശ്യം ഫുൾ A+ കിട്ടിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഇനി 8ക്കുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ പോലെ അന്തംഗമ്മയെ നിൽക്കാതെ എന്തിനെങ്കിലുമൊക്കെ ഒന്ന് ചേരും. ഓക്കെ, ഗ്രേസ് ഉണ്ടെങ്കിൽ എന്തായാലും കഴിച്ചില്ലാവും. ഒരു 8 9 A+ എന്തായാലും കിട്ടും, ഫുൾ A+ കിട്ടിയില്ലെങ്കിലും. അതിൻ്റെ കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് പഠിക്കും കൂടി ചെയ്താൽ നമുക്ക് നല്ല ഗ്രേഡ് തന്നെ കിട്ടും. ആൻഡ് ഞാൻ ഇപ്രാവശ്യം കുറേ കമൻറ്റോ കണ്ടു, ലൈക്ക് 7 എക്സ്പെക്ട് ചെയ്തിനി 6 കിട്ടുള്ളൂ, അതേമാതിരി 8 9 എക്സ്പെക്ട് ചെയ്തിനി 6 കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും പറ്റിയിട്ടുള്ളത്. അടുത്ത വയസ്സുള്ളവർക്ക് എന്നെ പറയേണ്ടത് എനിക്കറിയില്ല. കാരണം ഞാനൊക്കെ അത്യാവശ്യം പഠിച്ചിട്ട് തന്നെ പോയത്. ബട്ട് SS-ലും മാത്സിലൊക്കെ ഞാൻ ഓൾറെഡി കിട്ടില്ല എന്ന് പറഞ്ഞാണല്ലോ, SS-ലും മാത്സിലും ഹിന്ദിയിലും. അപ്പം എനിക്ക് പ്രതീക്ഷ ഇല്ല ഇനി. ബട്ട് ഇംഗ്ലീഷും ഫിസിക്സും പോകണം ഞാൻ ആലോചിച്ചിട്ടില്ല. ഏതായാലും അങ്ങനെ അത് ഏതായാലും റീവാലുവേഷന് കൊടുക്കണം. അപ്പം നിങ്ങളെ ഗ്രേഡൊക്കെ എങ്ങനെയാണ്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടിയിട്ടുണ്ടോ, മാർക്കിലെ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടോ, അതേപോലെ ഇനി റീവാലുവേഷന് കൊടുക്കണ്ടോ എന്നൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഫിസിക്സൊക്കെ കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞു അത്രയും അടിപൊളിയായിട്ട് എഴുതിയൊരു എക്സാം ആയിരുന്നു. ഇനി എവിടെയാണ് പാളിപ്പോയതെന്ന് എനിക്കറിയില്ല. ഇപ്രാവശ്യം ഐ തിങ്ക് വാല്യുവേഷൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ലൈക്ക് 1 2 മാർക്കിനൊക്കെയാണ് നമുക്ക് A+ഉം അതേപോലെ A ഒക്കെ പോയിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഫിസിക്സൊക്കെ ഞാൻ പെരെ വന്നിട്ട് നോക്കിയതാണ് മാർക്ക്, എന്നിട്ടാണ് എനിക്ക് A കിട്ടിയിട്ടുള്ളത്.
അപ്പം പോയിണെങ്കിൽ തന്നെ A+ പോയിണെങ്കിൽ തന്നെ 1-2 മാർക്കിനെ പോയിട്ടുണ്ടാവുള്ളൂ, അത് എനിക്ക് ഷുവറാണ്. അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ കാര്യം. ഇംഗ്ലീഷിൽ B+ ആണ് എനിക്ക്. ഇംഗ്ലീഷിൽ ഇപ്പോൾ അഥവാ ഗ്രാമറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാവേണ്ടിയാണ്. കാരണം ഡിസ്കോഴ്സൊക്കെ ഞാൻ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്, ഒക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ബട്ട് എവിടെയാണ് പാളിയത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല. ലൈക്ക് ഇനിയിപ്പം എങ്ങനെ B+ ആയത് എനിക്കറിയില്ല, കാരണം ഞാൻ അത്യാവശ്യം നന്നായിട്ട് എഴുതിയിരുന്നു. പോവുകയാണെങ്കിൽ തന്നെ ഉണ്ടാവേണ്ടതാണ് എന്തായാലും. അപ്പം അത് രണ്ടും എന്തായാലും കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിൽ നിങ്ങൾക്ക് A+ കിട്ടിയിട്ടുണ്ടോ, എങ്ങനെയാണ് നിങ്ങളെ ഗ്രേഡ്, എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. എൻ്റെ ഒരു സമാധാനത്തിനാണ്. അപ്പം അതേപോലെ റീവാലുവേഷന് കൊടുക്കണ്ടോ അല്ലയോ എന്നൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പം എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഞാനും ഒരു 8A+, A+ പ്രതീക്ഷിച്ച ആളായിരുന്നു. ബട്ട് എവിടെയാണ് പാളിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങളാരും എന്ത് ചെയ്യാം, വിളിച്ചിട്ട് ഞാനൊരു 8A+ പ്രതീക്ഷിച്ചിരുന്നു ഓക്ക് ഒന്നും ആരും പറയരുത്. കാരണം ഓൾറെഡി നമ്മൾ സങ്കടത്തിലാണ് കിട്ടാത്തതിൻ്റെ. നിങ്ങളോട് പറയുമ്പോൾ അത് ഡബിൾ ആവുകയാണ്. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. അപ്പം അങ്ങനെ പ്രതീക്ഷിച്ചവർ ദയവ് ഇത് ഉണ്ടാക്കുക. റിവാലുവേഷൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നാലും ഇപ്പോൾ കൂടിയില്ലെങ്കിലൊന്നും പറയരുത്. കാരണം നമ്മൾ പഠിച്ച് എഴുതിയിട്ട് കിട്ടാത്തതാണ്. ഇപ്പം നമുക്കൊന്നും കാട്ടാൻ പറ്റില്ല. പിന്നെ നല്ല മാർക്കുള്ളത് ഗ്രേസുള്ളവർക്കാണ്. ഗ്രേസുള്ളവർ കഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഓൾക്ക് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. ഓൾക്ക് എന്താണ് വീക്കിൽ ഒരു ദിവസം യൂണിഫോം ഇട്ട് വരണം. നമ്മളെ പോലെയല്ല, ഓൾക്ക് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. അതിനോല മാർക്ക് അർഹിക്കലും ഉണ്ട്. ബട്ട് നമുക്ക് കിട്ടിയത് നമ്മൾ പഠിച്ചിട്ട് മാത്രം കിട്ടിയതാണ്. അപ്പം അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, കുറേ ആൾക്കാർക്ക് ഗ്രേസുള്ള കാര്യമൊന്നും അറിയില്ല. ഓരൊക്കെ വിചാരം എന്താണ് ഫുള്ള് പഠിച്ചിട്ട് കിട്ടിയതാണ്, ലൈക്ക് 9, 8 കിട്ടിയത്. എന്നിട്ട് നമ്മൾ ഈ 6 ഇങ്ങനെ ആക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പ്രത്യേകം കൊണ്ട് അറിയിക്കണം. കാരണം നമുക്ക് നല്ല ഇടങ്ങാറുണ്ട്. അല്ലാതെ നമ്മൾ ഭയങ്കര എന്താണ് 6A+ കിട്ടിയാൽ ഭയങ്കര ഹാപ്പിയൊന്നുമല്ല. ഞാൻ അത്ര ഹാപ്പി അല്ല. 6 എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചിനി, അതിൽ കുറയില്ല ഞാൻ വിചാരിച്ചിനി. ബട്ട് ഫുള്ള് പാളിയിട്ടാണുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളതൊക്കെ എന്തായാലും പറയുക. അതേപോലെ ഹിന്ദീൻ്റെ കാര്യം, ഹിന്ദി ഞാൻ എന്താണ് ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത്. ബട്ട് അതിൽ A+ ഉണ്ട്. അതേതോ കണ്ണ് കാണാത്തിൽ നോക്കിയതാണെന്ന് തോന്നുന്നു, ശരിക്കും നോക്കിയിട്ടുണ്ടാവില്ല. ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, ബട്ട് ഒക്കെ തെറ്റിയില്ലെന്ന് മാത്രം. അങ്ങനെയാണ് ഹിന്ദീൻ്റെത്. അതിലേതായാലും A+ കിട്ടിയത്. ബട്ട് ഇത് 6A+ ആവണത് ഞാൻ ആലോചിച്ചിട്ടില്ല. ഇത്രയൊക്കെ ഉള്ളൂ നമ്മളൊരു റിസൾട്ട് വ്ലോഗ് എന്ന് പറയുന്നത്. ഭയങ്കര റിയാക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എനിക്കറിയാം, ഞാനും എൻ്റെ അമ്മ ആ ടേബിൾ മേൽ തുറന്നാണ്ട് റിസൾട്ട് നോക്കി. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് നമുക്ക് 8 എക്സ്പെക്ട് ചെയ്തിരുന്നല്ലോ. ബട്ട് ഞാനൊരു 7 എന്തായാലും ഉണ്ടാവും വിചാരിച്ചിനി. അത് കിട്ടിയില്ല. അപ്പം അതിൻ്റെ ഒരു സങ്കടം ഉണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം അങ്ങനത്തെ ഒക്കെ ചെറിയൊരു ഇത് എക്സ്പെക്ട് ചെയ്ത് കിട്ടിയില്ല, അതിൻ്റെ ഒരു സങ്കടം അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഏതായാലും റിവാലുവേഷന് കൊടുക്കുന്നുണ്ട് ഞാൻ. അതിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ട് ഏതായാലും ഞാൻ വീഡിയോ ചെയ്യേണ്ടത്.